ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വർത്തമാനം കേൾക്കുന്നുണ്ട് പറയില്ല, ഇവിടെ നല്ല കാറ്റടിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ ജമ്മു കാശ്മീരിലെ ഉറി പവർ പ്ലാന്റിലാണ്, ഹൈഡ്രോ പവർ പ്ലാന്റ്. അതായത് വെള്ളത്തിൽ നിന്ന് നമ്മൾ കറണ്ട് ഉണ്ടാക്കുന്ന പ്ലാന്റിലാണ് ഇപ്പോൾ ഉള്ളത്, പ്രൊജക്റ്റിലാണ്. അതിൻ്റെ വ്യൂ ആയത് പിറകിൽ അങ്ങനെ ദൂരെ നിന്ന് ഒരു നദി ഒഴുകി വരുന്നുണ്ട്. അപ്പോൾ അതിന് ക്രോസ് ആയിട്ട് ഇവിടെ ഡാമുണ്ട്. ആ ഡാമിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ് ഇവിടെ നമ്മൾ തുടങ്ങുന്നത്. ഈ പ്ലാന്റിൻ്റെ ഏരിയ നമ്മൾ കാണിച്ചു തരാനുള്ളത്. ഡാമിൻ്റെ മുകൾ സൈഡാണിത്. ഈ കാണുന്നത് ഒരുപാട് ഷട്ടറുകളുള്ള ഒരു ഭാഗം. ഇതിൽ ഏകദേശം ഒരു 8-9 ഷട്ടറുകളുണ്ട് ഇവിടെ ഈ ഒരു ഭാഗത്ത്. ഇതിൻ്റെ പിറകുവശത്തെ വ്യൂ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നല്ല ഒരുപാട് മലനിരകളും ഒക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു വ്യൂ ആണ്. ഈ കാണുന്നത് ഒരു ഷട്ടറിൻ്റെ ഒരു ഭാഗമായത്. അത് പല പല ഷട്ടറുകളായിട്ട് ഇത് ഒരേ സമയത്ത് തന്നെ തുറക്കാറില്ല. അത് ഘട്ടം ഘട്ടമായിട്ട് വെള്ളത്തിനെ ഇതിനനുസരിച്ചിട്ട് ഓരോരോ ഷട്ടറുകളായിട്ട് തുറന്നിട്ട് പുറത്തേക്ക് വിടും. ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ജലം നദിയാണിത്. ഡാമിൻ്റെ അടിഭാഗത്തേക്ക് പോകാനുള്ള ഒരു വഴിയായത്. ഇതുവഴി പോയി കഴിഞ്ഞാൽ നമുക്ക് ഡാമിനെ നന്നായിട്ട് ആസ്വദിക്കാൻ വേണ്ടി പറ്റും. വെള്ളം അതുവഴി അങ്ങോട്ടേക്ക് കനാൽ വഴി പോകുന്ന ഒരു സ്ഥലമാണ്. ഇതാണ് ഡാമിൻ്റെ അടിഭാഗം എന്ന് പറയുന്നത്. ഇതിലെ ഇതുപോലെ വെള്ളം ഒഴുകുന്നുണ്ട്. ഇത് മത്സ്യത്തിനൊക്കെ ഒഴുകി പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയായത്. നമ്മുടെ കൂടെ ഉള്ളത് ഈ ഡാമിൽ തന്നെയുള്ള ഒരു സ്റ്റാഫാണ്. അപ്പോൾ പുള്ളി നമുക്ക് ഈ ഏരിയയെക്കുറിച്ചൊക്കെ വിശദീകരിച്ച് തരുന്നുണ്ട് നന്നായിട്ട്. നമ്മളങ്ങനെ നടന്ന് ഡാമിൻ്റെ അടിഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള വ്യൂ നിങ്ങളൊന്ന് നോക്ക്. നല്ല അടിപൊളി കൂറ്റൻ മലനിരകളൊക്കെ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ താഴോട്ട് പോകുന്നത് ഈ വെള്ളം ഒഴുകി പോകുന്നത്, ഇതിൻ്റെ സൈഡിലൂടെയൊക്കെ വെള്ളം താഴോട്ടേക്ക് ഒഴുകി പോകുന്നുണ്ട്. ഇതാണ് ഡാം. മൊത്തത്തിൽ ഒരുപാട് ഷട്ടറുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ടാവും. നമ്മൾ ഡാമിൻ്റെ ഏറ്റവും താഴെ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഇനി അങ്ങോട്ടേക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റില്ല. ഷട്ടർ വഴി ഒഴുക്കി വിടുന്ന വെള്ളം ഇതുവഴിയാണ് പുറത്തേക്ക് പോകുന്നത് നദിയിലേക്ക്. ഇതിൻ്റെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ അയാൾ നന്നായിട്ട് നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് വെള്ളം സംഭരിക്കുന്നത്, അതുപോലെ വെള്ളത്തിൻ്റെ ഉപയോഗം എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ നന്നായിട്ട് തന്നെ അയാൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ താഴെ പോയി മുകളിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഈ കാണുന്നതാണ് ഡാമിൻ്റെ ഫുൾ വ്യൂ. ഈ കാണുന്നതാണ് ഡാമിൻ്റെ ഷട്ടർ. ഇത് ആവശ്യാനുസരണം നമുക്ക് പൊക്കാനും താഴ്ത്താനും പറ്റുന്ന ഒന്നാണ്. ഈ കാണുന്ന വെള്ളമൊക്കെ ഷട്ടർ വഴി ഒഴുക്കി വിട്ടതാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഷട്ടറിൻ്റെ മുകൾ ഭാഗത്താണ്. ഈ ലെവലിൽ തന്നെ ഇപ്പോൾ ഇവിടെ വെള്ളമുണ്ട്. ഡാമിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് പോകാൻ വണ്ടിയിലേക്ക് കയറി. അടുത്തതായി നമ്മൾ പോകുന്നത് ഇവിടെ അടുത്ത് തന്നെയുള്ള ശിവൻ്റെ അമ്പലത്തിലേക്കാണ്. ഏകദേശം ഒരു 120 വർഷം 125 വർഷം പഴക്കമുണ്ട് അതിന്. 1900-ൽ പണി കഴിപ്പിച്ച ഒരു അമ്പലമാണത്. അപ്പോൾ പോകുന്ന വഴിയിലെ ഭംഗിയായ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ റോഡ് സൈഡിലൂടെ ഒഴുകുന്നതാണ് ജലം നദി. നമ്മൾ നേരത്തെ കണ്ട നദി തന്നെയാണ്. അപ്പോൾ അതിൻ്റെ 2 സൈഡിൽ ഇതുപോലെയുള്ള മലനിരകളാണ്. പെൻസിൽ കൊണ്ട് വരച്ചിട്ട പോലെയുള്ള നല്ല ഒരു വ്യൂ. ശരിക്കും പറഞ്ഞാൽ കാശ്മീർ എന്ന് പറയുന്നത് ഒരു സംഭവം തന്നെയാണ്. നമ്മളങ്ങനെ അമ്പലത്തിന് മുമ്പിലെത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് അമ്പലം. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വ്യൂ. അമ്പലം കരിങ്കല്ലുകൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ അമ്പലത്തിൻ്റെ അകത്ത് ഭയങ്കര തണുപ്പായിരുന്നു. പുറത്ത് നല്ല ചൂടും അതേസമയം അകത്ത് കയറിയപ്പോൾ ഭയങ്കര തണുപ്പുമായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മളങ്ങനെ അമ്പല ദർശനമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കുറച്ച് ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടൊക്കെ നടത്താമെന്ന് വെച്ചു.
അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്കുള്ള നമ്മൾ നോക്കുമ്പോൾ കാണുന്ന വ്യൂ. ഒരുപാട് പൂക്കളൊക്കെ നട്ട് വളർത്തി നല്ല മനോഹരമാക്കിയിട്ടുണ്ട് അവർ. അമ്പലത്തിൻ്റെ സൈഡിൽ തന്നെ ഒരു മൺഭരണിയിൽ നിറയെ വെള്ളമുണ്ട്. അപ്പോൾ ആ വെള്ളത്തിനെ കുറിച്ച് അവിടെ ചോദിച്ചപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ, അത് നാച്ചുറലി ആയിട്ട് തന്നെ അതിൽ വെള്ളം നിൽക്കുന്നതാണ്, അതൊരിക്കലും വറ്റൂല എന്നാണ് അവിടുന്ന് പറഞ്ഞത്. ഈ അമ്പലത്തിൻ്റെ പ്രൊട്ടക്ഷനിൽ ഇവിടെ ഡ്യൂട്ടി എടുക്കുന്നത് BSF ആണ്. അപ്പോൾ അവരുടെ ആദ്യത്തെ മര്യാദയൊക്കെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം പോയ ഉടനെ തന്നെ ഞങ്ങളെ ഇരുത്തി കുടിക്കാനുള്ള വെള്ളമോ കാര്യങ്ങളൊക്കെ തന്നിട്ടാണ് അവർ വിട്ടത്. അടുത്തതായിട്ട് ഞങ്ങൾ പോകുന്നത് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഞങ്ങളുടെ കസിൻ ആർമിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഏട്ടനെ കണ്ടു കഴിഞ്ഞു, പക്ഷേങ്കിൽ അവിടെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ലാത്തതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ അവിടുന്ന് നേരെ പോയത് ക്യാൻറ്റീനിലേക്കാണ്. അവിടുന്ന് നൂഡിൽസും ബിരിയാണിയൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് കഴിച്ചു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് പാകിസ്ഥാൻ അതിർത്തിയിലേക്കാണ്, ഇന്ത്യ പാക് ബോർഡറിലേക്ക്. അപ്പോൾ പോകുന്ന വഴിയുള്ള കാഴ്ചകളാണിത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാ അകത്തേക്ക് പോകാനുള്ള പാസ്സാണ് ഇപ്പോൾ നമ്മുടെ കൈമിലുള്ളത്. ഇനി നമ്മൾ നേരെ പോകുന്നത് അതിർത്തിയിലേക്കാണ്. ഇതാ ഈ കാണുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഭാഗം, അപ്പുറത്ത് കാണുന്നത് പാകിസ്ഥാനാണ്. അതിൻ്റെ ശരിയായ വ്യൂ നിങ്ങൾക്ക് ഞാൻ അകത്ത് പോയിട്ട് കാണിച്ചു തരാം. അല്ലേ, എന്താണ്, എക്സൈറ്റഡ് ആണോ? അതിർത്തിയിലെത്തിയ ഒരു എക്സ്പീരിയൻസ് എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് പറയാം അല്ലേ? ശത്രുക്കളെ ഭയക്കണം. അത് ശരി, അപ്പൊ നമ്മള് സന്തോഷിച്ചു കണ്ടു കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ, നമ്മളിതാ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ അതിൻ്റെ വഴിയിൽ അവിടെ ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു. പഴയകാലത്തെ കാശ്മീരിൻ്റെ പഴയകാലത്തെ സാധനങ്ങളും ഒരുപാട് നാണയങ്ങൾ, പഴയകാല ഡ്രസ്സുകൾ, പാത്രങ്ങൾ, അതുപോലെ ഒരുപാട് സംഗതികളുള്ള ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നമുക്ക് മൊബൈൽ അലൗഡ് അല്ല, അതുകൊണ്ട് നമുക്ക് അവിടെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഉള്ളത് നമ്മൾ അഖണ്ഡ് ഭാരത് വർഷ്. ഇതിവിടെ നമ്മളൊരു സ്റ്റാച്യു ടൈപ്പ്, ഒരു നന്നായിട്ടൊരു ചിത്രം, പഴയ കാലത്തെ ഓരോ രാജാക്കന്മാർ വസിച്ചതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയത് ഇതിവിടെ എഴുതിയിട്ടുണ്ട്. ഓരോ രാജാക്കന്മാരുടെ ഏരിയകൾ തിരിച്ചിട്ടുള്ള ഒരു മാപ്പായത് ഇന്ത്യയുടെ. ഏത് ഭാഗത്തായിരുന്നു കനിഷ്കൻ ഇതെവിടെയുണ്ട് ഇവിടെ. അതുപോലെ മൊത്തത്തിലുള്ള മാപ്പ് ഇതെവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ ഏതൊക്കെ ഭാഗങ്ങളായിരുന്നു അവർ കവർ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് കംപ്ലീറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതുവഴി അങ്ങോട്ട് പോകുമ്പോൾ ഒരുപാട് വീരമൃത്യു വരിച്ച പട്ടാളക്കാരുടെയൊക്കെ പ്രതിമ ഇതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഏത് വർഷമാണ് അവർ മരിച്ചത്, ഏത് റെജിമെൻറ്റിലാണ് അവർ വർക്ക് ചെയ്തത്, കംപ്ലീറ്റ് സംഗതികൾ ഇതിൻ്റെ അകത്തുണ്ട്. വളരെ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കംപ്ലീറ്റ്. ഈ ഒരു സ്ഥലം തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നമ്മളും അങ്ങനെ പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി എന്ന് പറയുന്നത്. ഇവിടുന്ന് നേരെ നോക്കിയാൽ കാണുന്നത് പാകിസ്ഥാൻ്റെ ഗേറ്റാണ് അവിടെ കാണുന്നത്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതാ വെൽക്കം എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ. പാകിസ്ഥാൻ്റെ ഡ്യൂട്ടി പോസ്റ്റാണത്. ഈ ഗേറ്റ് കടന്നിട്ട് വേണം നമുക്ക് പാകിസ്ഥാനിലേക്ക് പോകാൻ. ഈ സൈഡിൽ കാണുന്നൊരു നദിയാണ് ഇതിൻ്റെ അതിർത്തി എന്ന് പറയുന്നത്. അതിന് ക്രോസ് ആയിട്ടുള്ള ഈ പാലം കടന്നു കഴിഞ്ഞാൽ പാകിസ്ഥാനിലേക്ക് പോകാം. ഇത് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. അവിടെ ഒരു പാകിസ്ഥാൻ്റെ ഒരു കൊടിയൊക്കെ കാണുന്നുണ്ട്. वो भी वीडियो खींच रहा है ना, क्या करा? ഇല്ല അവരും വീഡിയോ എടുക്കുന്നുണ്ടല്ലോ. അവിടെ കുറച്ച് ആൾക്കാർ അവിടെ വന്നിട്ട് അവരും ഇതുപോലെ ടൂറിസ്റ്റ് പോലെയുള്ള ആൾക്കാരാന്ന് തോന്നുന്നു. അവർ നമ്മളോട് അവിടെ നിന്ന് ദൂരെ നിന്ന് കൈയാക്കുന്നുണ്ട്, പാകിസ്ഥാനിലെ ആൾക്കാർ. കണ്ട അവരവിടെ നിന്ന് വീശി കാണിക്കുന്നുണ്ട്, കൈ വീശി കാണിക്കുന്നുണ്ട്. ഇതാ കയ്യാക്ക്, ഓ വീഡിയോ എടുക്കുന്ന ഓന് കയ്യാക്കി കൊടുക്ക്. അടിപൊളി. അങ്ങനെ നമ്മൾ പാകിസ്ഥാൻ അതിർത്തിയിൽ എത്തിയിരിക്കുകയാണ് ഗായ്സ്.
സൈഡ് വണ്ടി പാകിസ്ഥാനിലൂടെ ഒരു ട്രക്ക് പോകുന്നു. ഇതിൻ്റെ സൈഡിൽ ഈ പാലം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള പാലം. ഇതിൻ്റെ താഴോട്ട് ഇങ്ങനെ ഒരു നദി ഒഴുകി പോകുന്നുണ്ട്. കണ്ടോ? ആ കാണുന്നത് മുഴുവൻ പാകിസ്ഥാനാണ്, കംപ്ലീറ്റ്. ഇവിടെ ഫുള്ള് നമ്മുടെ ഇന്ത്യ ഇവിടെ കിടക്കുന്നു. ഇവിടെ ഒരു പെൺകുട്ടീൻ്റെ, ഇവളും ഇന്ത്യക്കാരിയാണ്. നമ്മുടെ പഴയ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം ഇവിടെ വന്നിട്ട് ഇതാ കണ്ടിട്ട് പോയതാണ്. 2003, 2005 ആ സമയത്ത് വന്നത്. എല്ലാം ഇവിടെ മ്യൂസിയം പോലെ ഏകദേശം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ ഫെബ്രുവരി 2024, ഈ വർഷം 2024 ഫെബ്രുവരിയിൽ സച്ചിൻ ടെണ്ടുൽക്കർ വന്നത്. ഇത് ഉറിയുടെ ഒരു പഴയ ചിത്രമാണ്. ഉറി ഇത് ഇന്ദിരാഗാന്ധി 1971 വന്ന സമയത്ത് എടുത്ത ഫോട്ടോ. ഇനി ഇവിടെ ഇതും ഇന്ദിരാഗാന്ധി വന്നത് തന്നെ കംപ്ലീറ്റ്. വെറുതെ അവമാനിക്കുന്നില്ല, ഓരോ പട്ടാളക്കാരന്മാരെ കണ്ടിട്ട് എന്നെ കൊല്ലണ്ട. അത് ശരി, ഒരു ആളുടെ പട്ടാളക്കാരിയാണെന്ന ആഗ്രഹം ഇതാ ഇന്നിവിടെ സാധിച്ചു കൊടുക്കുകയാണ്. തോക്കങ്ങനെ നിലത്ത് വെക്കല്ല, പൊക്കിയെടുത്തോടി, വെടി പൊട്ടിക്കല്ലേ. നമ്മളങ്ങനെ അതിർത്തിയിലെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ ഇനി ഒരു സ്ഥലത്തേക്ക് കൂടി നമുക്ക് പോകാനുണ്ട്. നമ്മൾ രാവിലെ കണ്ട ആ ഡാമിൻ്റെ ബാക്കിയുള്ള ഭാഗം, അതായത് കറണ്ട് ഉൽപ്പാദിപ്പിച്ച് സംഭരിച്ചു വെക്കുന്ന സ്ഥലം, ഇതാണ് സ്വിച്ച്യാർഡ്. ഇവിടെ നിന്നാണ് കറണ്ട് വിതരണത്തിന് പോകുന്നത്. ഈ കാണുന്ന മലക്കുള്ളിലാണ് ഈ പവർ ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഗേറ്റ് വഴിയാണ് അകത്തേക്ക് പോകേണ്ടത്. നമ്മളിപ്പം മലയുടെ അകത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് മൊത്തം മല തുരന്ന് ഇവർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു സംഭവം. ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് ഇത്. ഇവിടെ വീഡിയോഗ്രാഫി അലൗഡ് അല്ലാത്തതുകൊണ്ട് നിങ്ങളെ ഒന്നും കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ യാത്ര മതിയാക്കി ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.